വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് കേരളക്കര ഒന്നാകെ. മനുഷ്യത്വത്തിന്റെയും ഒത്തൊരുമയുടെയും ദി റിയൽ കേരള സ്റ്റോറി വയനാടൻ ദുരിതക്കാഴ്ചകൾക്കിടയിലും പ്രതീക്ഷയാവുകയാണ്. കൊല്ലം മുമ്പ് കേരളം നടുങ്ങിയൊരു മഹാപ്രളയത്തിൽ തൻ്റെ ഭാവി പോലും നോക്കാതെ കടയിലെ തുണികളെല്ലാം വാരിക്കൊടുത്ത് സഹജീവികൾക്ക് സഹായഹസ്തം നീട്ടിയൊരു കൊച്ചിക്കാരൻ നൌഷാദിനെ ഓർക്കുന്നില്ലേ? ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായി ക്യാമ്പുകളിൽ കഴിയുന്ന വയനാടൻ ജനതയ്ക്കൊപ്പവും അയാളുണ്ട്. കിട്ടിയ ടെമ്പോ ട്രാവലറിൽ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ക്യാമ്പിലെത്തിച്ച് നൽകി. ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വേണമെന്നറിഞ്ഞപ്പോൾ വടകരയിലെ കരീമിനും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. എല്ലാം വാരിയെടുത്തു. അപ്പുറത്തെ കടകളിൽ നിന്നും വാങ്ങി മകന്റെ കൈകളിൽ വയനാട്ടിലേക്ക് കൊടുത്തയച്ചു. ദുരന്തത്തിൽ അമ്മയെ നഷ്ടമായ പിഞ്ചു പൈതങ്ങൾക്ക് മുലപ്പാലൂട്ടുവാൻ തയ്യാറായി വന്നവരും കരുതലിന്റെ മറുപേരാകുന്നു. കണ്ടപ്പോൾ ഇങ്ങനെ ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളിലൊരു സങ്കടം വന്നു. എനിക്കും ഉണ്ടല്ലോ ഒരു കുഞ്ഞുണ്ടല്ലോ. അപ്പോൾ അവളുടെ മുഖമൊക്കെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ കൊടുക്കാം, ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവാന്നുള്ളൊരു ഇത് വന്നു. വയനാടിനൊപ്പം ഈ നാടൊന്നാകെയുണ്ട്. അവിടെ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നുമില്ല. ലോകം ഒരിക്കൽ കൂടി അറിയുന്നു ദ റിയൽ കേരള സ്റ്റോറി. ന്യൂസ് ഡെസ്ക് 24. സങ്കടങ്ങൾക്കിടയിലും ആശ്വാസകരമായ ഒരു കാര്യമാണത്. അതെ, ദ കേരള റിയൽ സ്റ്റോറി. ദുരന്തഭൂമിയിലും ചേർത്തുപിടിക്കലിന്റെ ഒരു മാതൃക അത് കേരളം വീണ്ടും ആവർത്തിക്കുന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ വീണ്ടെടുക്കാൻ സഹായസ്ഥവുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. മലയാള തമിഴ് ചലച്ചിത്ര താരങ്ങൾ നാടിനായി കൈകോർത്തു. വ്യവസായ പ്രമുഖരും സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. വിവിധ മേഖലകളിലുള്ളവർ ചെറുതും വലുതുമായ സഹായങ്ങളുമായി വയനാടിനെ കൈപിടിച്ചുയർത്താൻ അണിചേരുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടി 20 ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ 15 ലക്ഷം രൂപയും നൽകി. വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ സാമഗ്രികളുടെ കളക്ഷൻ പോയിന്റായ കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തിയ മമ്മൂട്ടി മന്ത്രി പി രാജീവിന് തുക കൈമാറി. ജില്ലാ ഭരണകൂടവും അൻബോർഡ് കൊച്ചിയും ചേർന്ന് സമാഹരിച്ച അവശ്യ സാധനങ്ങളുമായി വയനാട്ടിലേക്കുള്ള ആദ്യ വാഹനം മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫഹദ് ഫാസിൽ, നസ്രിയ നസീം ആൻഡ് ഫ്രണ്ട്സ് 25 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് വലിയ സഹായമെത്തി. കമൽഹാസനും സൂര്യയും 25 ലക്ഷം രൂപ വീതം നൽകി. കാർത്തി 15 ലക്ഷവും ജ്യോതിക 10 ലക്ഷവും. VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ 1 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു. ബെവറേജസ് കോർപ്പറേഷനും 1 കോടി രൂപ നൽകി. IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ 25 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ വീതമാണ് CPIM തമിഴ്നാട് ത്രിപുര സംസ്ഥാന കമ്മിറ്റികളുടെ സംഭാവന. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും 10 ലക്ഷം രൂപ നൽകി. KT ജലീൽ MLA മകളുടെ കല്യാണ ചെലവിലേക്ക് കരുതിവെച്ച 5 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. സംസ്ഥാന സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ 1 ഏക്കർ സ്ഥലം കണ്ടെത്തി 10 വീടുകൾ നിർമ്മിച്ചു നൽകും. DYFI 25 വീടുകളും AIYF 10 വീടുകളും നിർമ്മിച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. വ്യവസായികളായ MA യൂസഫലി, രവി പിള്ള, കല്യാണരാമൻ എന്നിവർ 5 കോടി രൂപ വീതവും മലബാർ ഗ്രൂപ്പ് 3 കോടി രൂപയും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. അങ്ങനെ വല്ലാത്തൊരു ചേർത്തുപിടിക്കലാകുന്നു ദുരന്തമുഖത്തും. അത് കേരളത്തിൻ്റെ മാതൃകയാണ്. അതിനോടൊപ്പം ദേശഭേദങ്ങളില്ലാതെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ രീതിയിൽ സഹായം ലഭിക്കുന്നു. ഈ ജീവൻ മാത്രം തിരിച്ചു കിട്ടി അതിജീവിച്ചവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമാകില്ല എന്നറിയാം. പക്ഷേ അപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ടെന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ സഹായ ഹസ്തങ്ങൾ. ഇത് ഒരുപാട് പേർക്ക് വലിയ ഉപകാരമാകും. ഇതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് 100ഉം 10ഉം 50 അടക്കം കൊടുക്കുന്ന സാധാരണക്കാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ദിവസവേതനക്കാരായിരിക്കും. പക്ഷെ അപ്പോഴും അവരുടെ സാമ്പത്തിക സ്ഥിതി പോലും നോക്കാതെ ഈ വയനാടിൻ്റെ കണ്ണീരായി മാറുന്ന മുണ്ടക്കൈയിലേക്ക് അവരുടെ സഹായങ്ങൾ എത്തിക്കുന്നു. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ദുരന്തമുഖത്ത് നമ്മൾ ഇതിനു മുമ്പും ഇത് കണ്ടതാണ്. അത് പല മടങ്ങിൽ അത് വീണ്ടും മുണ്ടക്കൈയിലേക്ക് ഒഴുകുന്നു. നമ്മൾ കണ്ടതാണ്. പല ഘട്ടങ്ങളിൽ ഈ പല കളക്ടറേറ്റുകളിലും സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന ബോർഡുകൾ വെക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഇൻഫോർമേഷൻ പോകുന്നു. ഞൊടിക്കിടയിൽ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എന്താണ് വേണ്ടത് ആ സാധന സാമഗ്രികൾ
കൊണ്ട് നിറയുന്നു. പല ഘട്ടത്തിലും മതി, ഇവിടെ ആവശ്യത്തിലധികം സാധനമായി എന്ന് ഒരു സിസ്റ്റത്തിന് പറയേണ്ട രീതിയിൽ അത്രത്തോളം കേരളം മൈമറന്ന് സഹായിക്കുന്നു എന്നത് ഈ ദുരന്തമുഖത്തെ ഒരു ആശ്വാസ വാർത്തയാണ്. പക്ഷേ നഷ്ടപ്പെട്ടതിന് പകരമാകലെന്നറിയാം. അതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള ഒരു ജീവിതമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ പ്രതിനിധികൾ ഈ ക്യാമ്പുകളടക്കം കഴിയുന്നവരോടൊക്കെ പ്രതികരണങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അവരുടെ നിസ്സഹായം ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മാറിയാൽ, ചികിത്സയിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ടെന്നൊരു ചോദ്യം, അത് പലപ്പോഴും സഹായസ്ഥവുമായി എത്തുന്നവർക്കും വലിയ സങ്കടമുണ്ടാക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ ഉടനെ നടത്തും. അതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ, ഈ വിദ്യാഭ്യാസം മുടങ്ങിയവർക്ക് അതിനുള്ള സഹായങ്ങൾ അത് അവരെവിടെയാണോ അവിടെ എത്തി വിദ്യാഭ്യാസം നൽകുന്നു, അത്തരം കാര്യങ്ങൾ അടക്കമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അങ്ങനെ ഇവർക്ക് ഇനി അങ്ങോട്ട് ഈ ശാരീരികമായി അതിജീവിച്ചെന്നാണ് അവരെ പറയാൻ കഴിയുള്ളൂ. മാനസികമായി ഇപ്പോഴും വലിയ നിരാശയിലാണ് അവർ. ആ അതിജീവിച്ചവർക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് അത് കരുപിടിപ്പിക്കാനുള്ള എല്ലാ സഹായങ്ങളും കേരളക്കര നൽകും, മലയാളിക്കര നൽകും, രാജ്യം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഈ ദുരന്തമുഖത്ത് നമ്മൾ ഈ ചൊവ്വാഴ്ച രാത്രി ഒരു 1:30-2 മണി സമയത്തോടുകൂടി ഉരുൾപൊട്ടുകയാണ് ഉണ്ടായത്. ഈ ഉരുൾപൊട്ടൽ സമയത്ത് പലപ്പോഴും പലർക്കും ഉറ്റവരൊക്കെ ഒലിച്ചു പോകുന്നത്, അവരോട് ചിലപ്പോൾ സഹായിക്കണമേ എന്ന് കൈനീട്ടിയവരായിരിക്കും. പക്ഷേ നിസ്സഹായതയിൽ ആ കൈ പിടിക്കാൻ പോലും ആകാതെ കൺമുന്നിലൂടെ ഉറ്റവർ പോയ ഒരുപാട് പ്രതികരണം നമ്മൾ കേട്ടു. ഞാൻ ഇന്ന് നമ്മുടെ പ്രതിനിധി ഷഹദ് എടുത്ത ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഫിദ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. 16-17 വയസ്സേ കാണുകയുള്ളൂ. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ തന്നെ ഈ ഒരു ഏലമലയുടെ മുകളിലേക്ക്, ഒരു ടോപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇവരെ സഹായിച്ചവരൊക്കെ മറ്റു ആളുകളെ സഹായിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനം താഴോട്ടേക്ക് ഇറങ്ങി. പക്ഷേ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ അവരുടെ ജീവനും കരയിലേക്ക് എടുത്തവർ പോലും ഒലിച്ചു പോകുന്ന അങ്ങേയറ്റം സങ്കടകരമായ ദാരുണമായ കാഴ്ച കാണേണ്ടി വന്നവരാണ്. ഈ ഫിദ ഇന്ന് പ്രതികരിച്ചപ്പോൾ ഫിദയോടൊപ്പം ചേർന്ന് നിന്നവർ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഇല്ലാതായിരിക്കുന്നു, സുഹൃത്തിൻ്റെ കുടുംബമാകെ ഇല്ലാതായിരിക്കുന്നു. ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഒരു ചെറിയ ഏറ്റവും ഇളയ സഹോദരി മാത്രമാണ്. ആ സഹോദരി ആശുപത്രിയിൽ എവിടെയോ ഉണ്ടെന്ന് മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. ആ കുട്ടിയെ, ആ ചെറിയ കുഞ്ഞിനെ കാണാൻ അവർക്ക് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവർ അങ്ങിങ്ങായി പോകുന്ന കാഴ്ചകൾ, അവരെവിടെയാണ്, അതിനുള്ളിൽ ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ പോലും അവരെവിടെയാണെന്ന് പോലും അറിയാത്ത ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. ഈ ക്യാമ്പുകൾ കഴിഞ്ഞവർ പോലും, നമ്മളൊരു 3 വയസ്സുകാരൻ്റെ വാർത്ത കേട്ടിരുന്നു. ഒരു 3 വയസ്സുകാരൻ ക്യാമ്പിലുണ്ട്. പക്ഷേ ആ 3 വയസ്സുകാരന് അവരുടെ അഡ്രസ്സ് പറയാനോ അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് പറയാനോ ഒന്നും അറിയില്ല. പക്ഷേ ഒരു കുട്ടി അവിടെ ക്യാമ്പിലുണ്ടെന്ന വാർത്ത മാത്രമാണ് വന്നത്. അങ്ങനെ ഒരിക്കലും അവരുടെ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്ത, സ്വയം അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുരുന്നുകളടക്കം ക്യാമ്പുകളുണ്ട്. ഇവരെയൊക്കെ കൃത്യമായി കണ്ടെത്തി ഇവരാരുടെയൊക്കെ കുട്ടികളാണെന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഈ LSTDയും മറ്റ് ലോക്കൽ വാർഡ് മെമ്പേഴ്സിൻ്റെയും സഹായത്തോടെ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ. അതെ സുഹൈൽ, തീർച്ചയായും അത്തരത്തിൽ വേദനാജനകമായ നിരവധി കാഴ്ചകളാണ് അവിടെ ഉള്ളത്.